ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെണ്ടയ്ക്ക പെരട്ട് ഉണ്ടാക്കുന്നതാണെന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. വെണ്ടയ്ക്ക ഉപ്പേരി എന്നും പറയട്ടെ അതിന്. ഈ വെണ്ടയ്ക്ക പെരട്ട് ഉണ്ടാക്കാൻ ഇത്രയും വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഓരോ വെണ്ടയ്ക്ക് 2-3 പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് ഇതിലേക്കുള്ള മറ്റ് ചേരുവകൾ. ഇനി ഈ ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങുക. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. 2 പച്ചമുളക് കീറിയത് അതിലിട്ട് കൊടുക്കുക. വെളുത്തുള്ളി അതിലിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ആ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ഈ സവാള ചേർത്തത്. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ലേശം ഉപ്പിട്ട് കൊടുക്കുക. ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ആ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക് അതിൽ ചേർത്തി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊക്കെ കൂടി ഒന്ന് നടുവിലേക്ക് കൂട്ടി വെച്ചതിന് ശേഷം ഒരു മൂടി തടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മൂടി തുറന്ന് നോക്കുക. ഈ സമയത്തൊക്കെ ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് ഇട്ട് വയ്ക്കേണ്ടത്. വെള്ളമില്ലാത്തതല്ലേ, അതുകൊണ്ട് അടി കരിയാനുള്ള സാധ്യത ഉണ്ട്. ഈ വെണ്ടയ്ക്ക ഒന്നും കൂടി വേവാണ്ട് 2 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. ഇപ്പോൾ ഈ വെണ്ടയ്ക്ക പെരട്ട് നല്ലോണം വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇത് മാത്രം മതി കേട്ടോ ചോറിൻ്റെ കൂടെ, അത്രയ്ക്കും ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് കേട്ടോ. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.